ബഡ്ജറ്റ് കിടപ്പുണ്ട്. ഒരു 1.25 ബഡ്ജറ്റിനകത്ത് i10 കിടപ്പുണ്ട്, അതുപോലെ തന്നെ i20 കിടപ്പുണ്ട്, സാൻഡ്രോ കിടപ്പുണ്ട്, സ്പാർക്ക് കിടപ്പുണ്ട്, സെന്നസ്റ്റിൽ കിടപ്പുണ്ട്. അങ്ങനെ കുറച്ചധികം ഒരു 8-10ഓളം ചെറിയ വണ്ടികളും കിടപ്പുണ്ട്. LXi വണ്ടി, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടി. ഡീസലാണ്. സെക്കൻഡ് ഓണർ ആണ്. ഇത് ഡിസയർ ആണ്. ഇത് പെട്രോൾ ആണ്. ഡിസയർ VXi വണ്ടിയാണ്. സ്വിഫ്റ്റ് VDI ആണ്. ഇത് സ്വിഫ്റ്റ് ആണ്. 2015 മോഡലാണ്. PDI ആണ്. ഡീസൽ വണ്ടി. 20 ZXi പ്ലസ് ഡ്യുവൽ ടോൺ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. XUV W10 2015 മോഡൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ട്രസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ നമ്മുടെ ഓണം പ്രമാണിച്ച് ഇവിടെ കുറച്ച് യൂസുകാരുടെ മേളയൊക്കെ ഉണ്ട്. അപ്പോൾ വിശദമായിട്ട് ബിൻരാജിപുരം പറയും. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പോകുന്ന വഴി പൊട്ടങ്കാവ്. തിരുവനന്തപുരം നമ്മൾ കാട്ടാക്കട പോകുന്ന വഴി പൊട്ടങ്കാവ് അന്തൂർ കോണത്തിന് അടുത്തായിട്ട് നമ്മുടെ ബിൻരാജിപുരം ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ഓണം പ്രമാണിച്ച് എന്താണ് യൂസുകാർ മേള എന്തൊക്കെയാണ് വരുന്നത്? ഈ ഓണം പ്രമാണിച്ചിട്ട് യൂസ്ഡ് കാർ മേളയായിട്ടാണ് നമ്മൾ സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെയും നമുക്ക് 2 ഷോറൂമുണ്ട്, 2 കാർലിംഗ് ഉണ്ട്. അപ്പോൾ 2 ഷോറൂമിലായിട്ട് ഏകദേശം 100-150 വാഹനങ്ങളുള്ള സ്റ്റോക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് സ്പോർട്ട് ഫിനാൻസ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വാഹനങ്ങൾക്ക് മാക്സിമം റേറ്റ്, അങ്ങനെ ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും സമ്മാനമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം നമ്മൾ പൊട്ടങ്കാവിലാണ്. മറ്റേ ചാക്ക ബൈപ്പാസിൽ കാർലിംഗ്. അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ലോൺ 2015 ലോണ് ഇപ്പോൾ നമ്മുടെ ലോണിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ 15 വർഷം വരെ, ലോൺ തീരുമ്പോൾ 15 വർഷം ആവുന്നു. അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ ലോൺ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസിൽ 50% ഡിസ്കൗണ്ട് ഒക്കെ മഹേന്ദ്ര ഫിനാൻസുമായിട്ട് ടൈപ്പ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം 10-14 ബാങ്കുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ ഏതാണോ മാച്ച് ചെയ്യാനുള്ളത് അത് നോക്കിയിട്ട് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നതാണ്. ശരി, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഏതാണ് ബിൻരാജോ? ഫസ്റ്റ് നമുക്ക് ബ്രസയിൽ നിന്ന് തുടങ്ങാം. പക്ഷേ സ്വിഫ്റ്റിൻ്റെ ചാകര കിടപ്പുണ്ടല്ലേ? സ്വിഫ്റ്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ കിടപ്പുണ്ട്. അതെ, നമ്മളിൽ ഏകദേശം ഒരു 10-ന് പുറത്ത് സ്വിഫ്റ്റ് വാഹനങ്ങളുണ്ട്. ഇവിടുത്തെ ഷോറൂമിൽ പിന്നെ ഏകദേശം 6ഓളം വാഹനങ്ങൾ കിടപ്പുണ്ട്. പിന്നെ അല്ലാതെ നല്ല വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രസയിൽ തുടങ്ങാം അല്ലേ? ബ്രസയിൽ തുടങ്ങാം. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ്? ബ്രസ ഇത് 2020 ആണ്. 20 ZXi പ്ലസ് ഡ്യുവൽ ടോൺ ടോപ്പ് എൻഡ് വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഡ്യുവൽ ടോൺ ആണ്, പെട്രോൾ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, ABS, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരും. 4 പുത്തൻ ടയർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല കണ്ടീഷൻ വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അഡീഷണൽ നല്ല കോസ്റ്റ്ലി ലെതർ സീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഷോറൂം സർവീസിനാണല്ലോ? ഫുൾ ഷോറൂം സർവീസ്, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. വണ്ടി നീറ്റ് വണ്ടി, സ്ക്രാച്ചസ് അതിനായിട്ട് ഒന്നുമില്ല, നീറ്റ് എടുത്തിട്ടുണ്ട്. സീറ്റ് ഏതെങ്കിലും ലെതറിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി സീറ്റ് പറയുന്നത് ലെതറാണ് ചെയ്തിരിക്കുന്നത്. അതെ. ZXi പ്ലസ് ആകുമ്പോൾ ഇൻബിൾട്ട് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, ടച്ച് സ്ക്രീനാണ് വരുന്ന, ഓൺഡ്രോയിഡ്, ഫോർഡോർ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരും. പിന്നെ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ടല്ലോ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചേഴ്സും വരും. അപ്പോൾ ടോപ്പ് എൻഡ് വണ്ടി ബ്രസ ടോപ്പ് എൻഡ് ആണ്. പെട്രോൾ വണ്ടി ZXi പ്ലസ് ഡ്യുവൽ ടോൺ മോഡൽ നമ്മൾ പറഞ്ഞ 2020 മോഡൽ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 8,45,000 രൂപ. 8,45,000 രൂപ കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 7.5 ലക്ഷം രൂപ വരെ കൊടുക്കാം. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ പക്കയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് വേണമെങ്കിൽ ഇറക്കാൻ പറ്റും. എന്തായാലും ആവറേജ് നമ്മളൊരു 1 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് കാണുക. ശരി, അടുത്തുണ്ട് സ്വിഫ്റ്റ് ഡിസയറാണ്. 2013 മോഡൽ VDI വണ്ടി, ഡീസൽ വണ്ടി. 90,000 കിലോമീറ്ററാണ്. സെക്കൻഡ് ഓണറാണ്. കമ്പനി സർവീസാണ്. ഓക്കെ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗം എല്ലാം ഉണ്ട്. 75%, 80% മുകളിൽ ടയർ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ബോഡിയൊക്കെ ബോഡി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. അഡീഷണൽ ലെതർ ഇട്ടിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ലെതറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ VDI ഓപ്ഷൻ ആയതുകൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു അപകടമില്ല. കമ്പനി സർവീസ് വണ്ടി. കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2013 ആണ്. ടയർ കണ്ടീഷൻ നല്ല ഗുഡാണ്. ബോഡിയൊക്കെ നീറ്റാണ്. സ്ക്രാച്ചസ് ബോഡി നല്ല ക്വാളിറ്റി, നല്ല കളറുമാണ്. നമ്മൾ എവിടെ പോയാലും അട്രാക്റ്റീവ് ആയിട്ടൊരു കളറാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കൊരു 3,65,000 രൂപ കൊടുക്കാം. 365 കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 3 രൂപ മിനിമം ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ശരി, അടുത്തോണ്ട്. അപ്പോൾ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ 2011-12 ശേഷം ഡീസൽ വണ്ടിയല്ലേ? ഡീസലാണ്. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്ററോ? 93,000 കിലോമീറ്റർ. പക്ഷെ ബോഡിയും കുഴപ്പമില്ലല്ലേ? ബോഡി നല്ല വൃത്തി, കണ്ടീഷൻ ആവറേജ് ആണ്. ടയർ നമുക്കൊരു 2 ടയർ പുതിയത് മാറി കൊടുക്കാം. അല്ലേ? അതെ. ഫോർഡ് ഫിഗോ വേരിയൻ്റ് ഏതാ പറഞ്ഞത്? ബേസാണ് വരുന്നത്? ബേസല്ല, ഇത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന മോഡലുണ്ടല്ലേ?
2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. അതെ, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ എല്ലാം വരുന്നതാണ്. ഇസഡെക്സ് ആണ്. ഓക്കെ, ഈ ഫിഗോയിൽ 2 ഡോർ പവർ ആദ്യത്തേൽ വരുന്നുള്ളൂ. ഓക്കെ, ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ. അപ്പോൾ ഫിഗോ ഡീസൽ 2013 വണ്ടി അല്ലേ? 11-12 രജിസ്ട്രേഷനാണ്. ഇസഡെക്സ് ആണ് വണ്ടി. കിലോമീറ്റർ 93,000 കിലോമീറ്റർ. വേറെ നോക്കിയും കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഫോർഡ് മിക്കവാറും അതാണ് പ്രശ്നം വരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഫോർഡ്? പക്ഷേ മൈലേജ് ഒരു 10-20 മേലെ കിട്ടും. 20 കിട്ടും മൈലേജ്. അപ്പോൾ ഇതെങ്ങനെ വില? ഇത് നമുക്കൊരു 1.30-ന് 2 പുതിയ ടയർ കൂടെ ഇട്ട് കൊടുക്കാം. 1,30,000 2,000 കൊടുക്കാം. പുതിയ ടയർ ഇട്ട് കൊടുക്കും. ലോൺ കയറില്ലല്ലോ ഇപ്പോൾ? ലോണ് ചില ഫിനാൻസുകളിൽ കയറുന്നുണ്ട്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ ട്രൈ ചെയ്യാം. ശരി, അടുത്താണ് സ്വിഫ്റ്റ് VDI ആണ്. ഇത് 2013 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള സ്വിഫ്റ്റ് ആണ്. മറ്റേ സ്വിഫ്റ്റ്. ഓക്കെ, സ്വിഫ്റ്റ് അഡീഷണൽ ലെതർ ഇത് അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ സൈഡ് ചെറിയ സ്കർട്ടിങ് ചെയ്തിട്ടുണ്ട്. അതിനോട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള ചെയ്ത് കൊടുക്കാം. VDI ആണ് വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി ബ്രോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.40 ഓടിയിട്ടുണ്ട്. പുറകിൽ ടയർ പുതിയതാണ്, ഫ്രണ്ട് ആവറേജ് ആണല്ലേ? ലെതർ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇതും എല്ലാ സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നതിൻ്റെ മോഡലാണ്. ഏകദേശം 20-ന് പുറത്തൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ ആയതുകൊണ്ട് വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, ബോണറ്റ് മാറില്ല, അങ്ങനെയൊന്നും ഇല്ല. ഇത് കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ആണ്. അതാണ്. അപ്പോൾ 2013 ഡീസൽ വണ്ടി, സ്വിഫ്റ്റ് VDI. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ. മൈലേജ് എന്തായാലും ഡിസൈറിനും സ്വിഫ്റ്റിനും 20 ഏകദേശം മൈലേജ് 20-ന് പുറത്ത് എന്തായാലും കിട്ടും. എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കൊരു 3,35,000 കൊടുക്കാം. 3.35. വെറും 3.35-ന് കൊടുക്കാം. ഓക്കെ. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണോ? ചെറിയ എന്തെങ്കിലും നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരുന്നത്? ഫിനാൻസ് നമുക്ക് ഇത് 3 രൂപ റേഞ്ച് ഫിനാൻസ് 2.5-ക്കും 3-നകത്ത് ഫിനാൻസ് കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കിയതൊക്കെ. ശരി, അടുത്തുണ്ട്. ഇത് 2011 മോഡല്. ഫ്രണ്ടെല്ലാം ന്യൂ ഷേപ്പ് ആക്കി, ബമ്പറൊക്കെ മാറിയിട്ടുണ്ട്. ടയറെല്ലാം ഫ്രണ്ട് പുതിയ ടയറാണ്. ബാക്ക് ആവറേജ് ഉള്ളൂ. AC ഉള്ള മോഡലാണ്. AC ഉള്ള വണ്ടിയാണ് അല്ലേ? അതെ, അതെ. ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? കിലോമീറ്റർ 90 സെക്കൻഡ് ഓണർ. അതെ. ഓക്കെ. 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടിയാണ്. വണ്ടി ഇൻറ്റീരിയർ എല്ലാം കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഓക്കെ. ഞാനോ അപ്പോൾ അതിൻ്റെതായ കൂടുതൽ പ്രതീക്ഷയാണല്ലേ? നമുക്ക് നോർമൽ അത്യാവശ്യം നോക്കാം. അപ്പോൾ ടാറ്റ നാനോ, ഫ്രണ്ട് 2 ടയറും പുതിയതാണ്. 90,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. മൈലേജ് പക്ഷേ നാനോയ്ക്ക് നല്ല മൈലേജ് അല്ലേ? 22-23 കിട്ടും പെട്രോളിൽ തന്നെ. അതെ, അതെ. അപ്പം ഇതെങ്ങനെയാണ് വില വരുന്നത്? വണ്ടി നമുക്കൊരു 60 രൂപ കൊടുക്കാം. 60 കൊടുക്കാം. ഫൈനൽ 60 രൂപ കൊടുക്കാം. അപ്പോൾ ഇത് AC വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? AC വർക്കിംഗ് ആണ്. കുഴപ്പമൊന്നുമില്ല. ശരി, അടുത്തോണ്ട്. ശരി. ഇത് ഡിസയർ ആണ്. ഇത് പെട്രോൾ ഡിസയർ ആണ്. ഡിസയർ VXI വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയർ VXI പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർ. 2014 മോഡലാണ്. 2014 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും കമ്പനി സർവീസ് ആണോ? നല്ല സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല. ടയറെല്ലാം കണ്ടീഷനാണ്. ഓക്കെ. VXI ഓപ്ഷനിലാണ് പറഞ്ഞത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന VXI ഓപ്ഷൻ. ബോഡിയൊക്കെ നീറ്റാണ്. നീറ്റ് ബോഡി. കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല. 90,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. സീറ്റ് നീറ്റാണ്. ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. ഓട്ടോമാറ്റിക് AC അല്ല, മാനുവലാണ് വരുന്നത്. അതെ. VXI വണ്ടിയാണ്. സ്വിഫ്റ്റ് VXIക്ക് ഡിസൈറിന് എന്തായാലും ഒരു 16 മൈലേജ് കിട്ടും. റേഞ്ച് മൈലേജ് കിട്ടും. 15-16 റേഞ്ച് മൈലേജ്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് 4,20,000 എക്സ്പെക്ട് ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 3-3.5 ഫിനാൻസും ചെയ്തു കൊടുക്കാം. ശരി, അടുത്തോണ്ട്. കേട്ടണ് VXI വണ്ടി 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പക്ഷെ പെയിന്റ് ക്വാളിറ്റി നല്ല പുതിയ വണ്ടികളായിരിക്കും. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല ഗ്ലേസിംഗ് ഇരിപ്പുണ്ട്. പോളിഷ് ചെയ്തപ്പോൾ നല്ല ഒറിജിനാലിറ്റി തിരിച്ചു. അധികം ഓടിയിട്ടില്ലല്ലോ ഇത്. പക്ഷേ അവർ അധികം വെയിലടിച്ചിട്ടില്ലല്ലേ? അധികം വെയിലടിച്ചില്ല. അത് ഓടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒറിജിനാലിറ്റി ഉണ്ട്. VXI ആണ്. ഓൾട്ടോക്കേറ്റർ VXI. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിരിക്കും. എൻ്റെ ഒന്നുമില്ല കേട്ടോ. നീറ്റ്. അതെ. സീറ്റ് കവർ കുറച്ച് പഴയതായി, എന്നാലും വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് മോഡൽ ഏതാ പറയുന്നത്? ഇത് 2013 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. സോണിയുടെ സിസ്റ്റം ഇരിപ്പുണ്ട്. അതിന് വൃത്തിയുണ്ടോ? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഗ്ലാസ് മാറിയിട്ടുണ്ട്. 2 ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ബോണറ്റ് റീപ്ലേസ്. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ കമ്പനി സർവീസ് തന്നെയാണ്. അതെ. പക്ഷേ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടി നല്ല വൃത്തിയായിട്ടുണ്ട്. എയർ കണ്ടീഷൻ ഗുഡാണ്. ഓക്കെ. ലോ കിലോമീറ്റർ വണ്ടി. എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 2.10 ആണ് പ്രൈസ്. 2.10. ഓക്കെ. നെഗോഷ്യബിൾ ആണ്.
ഫിനാൻസ് എങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ? ഫിനാൻസ് നമുക്കൊരു 1.5-1.25 ഫിനാൻസ് കൊടുക്കാം. ചെറിയ ഡൗൺ 25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കുന്നുണ്ട്. ഇറക്കാൻ പറ്റും. ശരിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. 2015 മോഡലാണ്. PDI ആണ്. ഡീസൽ വണ്ടി. സ്വിഫ്റ്റിൻ്റെ നല്ല ഡീസൽ വണ്ടി നല്ല കളക്ഷൻ ഉണ്ടല്ലേ? നല്ല കളക്ഷൻ ഉണ്ട്. ഓക്കെ. നമ്മളിൽ അല്ലാതെയും ഇനി ഒരു 4 ഡീസൽ സ്വിഫ്റ്റ് കൂടെ ഉണ്ട്. നമ്മുടെ കാർലിങ്ങിൽ കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഇതും സ്വിഫ്റ്റ് ഡീസൽ സ്വിഫ്റ്റ് ആണ്. VDI വേരിയന്റ്. പക്ഷേ വണ്ടി നീറ്റ് ആണോ? ഷോറൂം സർവീസ് തന്നെയല്ലേ? ഷോറൂം സർവീസ്. 86,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സീറ്റ് വർക്ക് നീറ്റ് ആണ്. ആർട്ടിഫിഷ്യൽ ലെതർ ചെയ്തിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണല്ലേ? നല്ല മെയിൻറ്റൈൻ ചെയ്തിരിക്കുകയാണ്. അതൊരു ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പിന്നെ AC വരുന്നത് മാനുവലാണ് വരുന്നത്. ഓക്കെ. VDI ആകുമ്പോഴത്തേക്കും ഫോർഡർ പവറിൻ്റെ AC പോസ്റ്റ് ഇറങ്ങി ടാക്കോമീറ്റർ കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൊണ്ട് കൺട്രോൾസ് ഒന്നും വരില്ല. അതെ. ഈ സൈഡ് നോക്കിയാലും വണ്ടി നീറ്റാണ്. സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല വണ്ടിയല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി. ന്യൂ ഷേപ്പാണ്. ചെറിയ വ്യത്യാസം. ന്യൂ ഷേപ്പാണ്. വരുന്നത്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. ഇപ്പോൾ എത്ര കൊടുക്കുക ഇതിൻ്റെ പ്രൈസ്? ഇത് നമുക്കൊരു 4,65,000 രൂപ കൊടുക്കാം. 4 ലക്ഷത്തിന്. ഓക്കെ. അപ്പം ലോൺ പ്രൈസ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ശരിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 2012 മോഡലാണ്. LXI വണ്ടി. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടി. LXI 4 ടയറും പുതിയ ടയർ ഇട്ടിട്ടുണ്ടല്ലേ? അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡ് ഓണർഷിപ്പാണ്. 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ. ഓൾട്ടോ LXI ഓടിയൊക്കെ കുഴപ്പമില്ല. വലിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ വാഷ് ചെയ്താൽ മാത്രം മതി. മൈന്യൂട്ട് സ്ക്രാച്ചസ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് വർക്ക് ആണ്. AC പവർ സ്റ്റിയറിംഗും ഉണ്ട്. സോണിയുടെ സിസ്റ്റം ഇരിപ്പുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വണ്ടി കുഴപ്പമില്ല. അത്യാവശ്യം പുറത്തുണ്ട്. പഴക്കത്തിൻ്റെ ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. അതെ. ടയർ നാലും പുതിയതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കാണ്. കണ്ടീഷനാണ്. അപ്പോൾ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ പുറത്താണോ? ഇപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ കിലോമീറ്റർ ഏതാണ്ട് ജെനുവിൻ ആണല്ലോ? കുഴപ്പമില്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി അതിലൊന്നും കുറയ്ക്കാം. അതെ. ശരി. അപ്പോൾ എങ്ങനെ? ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1.65. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് കയറും. ഒരു 1.15 വരെ ഫിനാൻസ് കയറും. ശരി. അടുത്തുണ്ട്. അപ്പോൾ അടുത്ത വണ്ടിയും സ്വിഫ്റ്റ് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2009 ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 5 വർഷം പേപ്പർ. 5 വർഷത്തെ പുതിയ പേപ്പർ. 2029 വരെ പേപ്പറുണ്ട്. പെട്രോൾ വണ്ടി അല്ലേ? ഡീസലാണ്. ഡീസൽ 9 ഡീസലാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാകും? ഓണർഷിപ്പ് 4 കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കിലോമീറ്റർ 1.26 ഓടിയിട്ടുണ്ട്. പഴക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതെ. ഇത് ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. ആൻഡ്രോയിഡ് പിന്നെ ഫോർഡർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. AC വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. കണ്ടീഷൻ ആണല്ലോ? എല്ലാം കണ്ടീഷൻ. 1.26. കമ്പനി സർവീസ് ആണോ പുറത്താണോ? ഇപ്പം പുറത്താണ്. അപ്പോൾ നിലവിൽ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഒക്കെയാണ്. വേറെ ഒരു കുഴപ്പമില്ല. മേജർ സർവീസ് കഴിഞ്ഞാണ്. നമ്മളൊരു കസ്റ്റമർ വണ്ടിയാണ്. പാർക്കൻസിൽ ഇട്ടിരിക്കുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പഴയ സ്വിഫ്റ്റ് ആണെങ്കിൽ മൈലേജ് ഡീസലിന് നല്ല മൈലേജ് പവർഫുൾ ആണ്. മറ്റേ പഴയ ഫിയറ്റിന്റെ എഞ്ചിനാണ്. കോട്ടറജെറ്റാണ്. 1.3 കോട്ടറജെറ്റാണ് വരുന്നത്. ഫിയറ്റിന്റെ എഞ്ചിൻ. അതാണ് കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ്. ആ എഞ്ചിനാണെങ്കിൽ പ്രശ്നമില്ല. നല്ല ലൈഫും കിട്ടും. ഇപ്പോൾ എങ്ങനെ വില? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. ഓക്കെ. ഫിനാൻസ് കയറില്ല? ഫിനാൻസ് പാടാണ്. പിന്നെ ശ്രീറാമിലൊക്കെ കയറും. അതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ 2009 വണ്ടി. 5 വർഷം പേപ്പറുണ്ട്. ഡീസൽ വണ്ടി. 2 രൂപ ചോദിക്കുന്നത്. ശരി. അടുത്തുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 800 2016 മോഡൽ. 2016 വണ്ടി അല്ലേ? 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് നമ്മൾ എത്ര പറഞ്ഞു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. 40,000 കിലോമീറ്റർ. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? ബോഡിയൊക്കെ നീറ്റാണ്. ഇത് കമ്പനി സർവീസ് ആണോ പുറത്താണോ? ഇതിപ്പോൾ കമ്പനി സർവീസ്. 40,000. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. സീറ്റ് കിടക്കുന്ന ഫാബ്രിക്കാണ് കിടക്കുന്നത്. അതിൽ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. കെൻവുഡിൻ്റെ സീരിയോ ഇരിപ്പുണ്ട്. സ്പീക്കേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് സിസ്റ്റം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട്. LXI. ഷേപ്പാണ്. 16 വരുമ്പോൾ അടുത്ത ഷേപ്പ് വ്യത്യാസമുണ്ട്. മൈലേജ് 20 മേലെ കിട്ടുമല്ലോ? 18 രൂപ കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് വില വരുന്നത്? ഇത് നമുക്ക് ഒരു 2.5 രൂപ ഫൈനൽ കൊടുക്കാം. 1,50,000 രൂപ കൊടുക്കാം. ഒരു 2-2.25 രൂപ ഫിനാൻസും കയറും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണിത്. ശരി. അപ്പോൾ അടുത്ത വണ്ടി XUV W10 2015 മോഡൽ. 2015 വണ്ടി. W8 ആണോ? W10 ആണ്. W10 ആണ്. അതെ. വണ്ടി. ഓക്കെ. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാണ് ബ്രോ?
ഇത് കിലോമീറ്റർ 1 ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പായി. വണ്ടി നല്ല കണ്ടീഷനാണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കമ്പനി സർവീസാണ്. ടയറെല്ലാം ഒക്കെയാണ്. വണ്ടി നല്ല വൃത്തിയായിട്ട് ബോഡി ക്വാളിറ്റി എല്ലാം ഉള്ള വണ്ടിയാണ്. സീറ്റ് അതെല്ലാം കമ്പനി ലെതറാണ്. അഡീഷണൽ ചെയ്തതൊന്നുമല്ല. വെൽ മെയിൻറ്റൈൻഡ് ആണല്ലേ? അതുപോലെ തന്നെ ഇതെല്ലാം വരുന്നത് ക്ലൈമട്രോണിക് AC, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരും. വരുന്നുണ്ട്. ഫുൾ ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ഫുൾ ഫീച്ചേഴ്സ് ഉള്ളത്. ഡബിൾ ടെൻ ആണ്. അപ്പോൾ ഒരു ടോപ്പിന്റെ വണ്ടിയാണ്. വണ്ടി നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയ ന്യൂ ഷേപ്പ് ആക്കി. ഇപ്പോൾ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. മറ്റേ പഴയ വ്യത്യാസമുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ എടുപ്പുണ്ട് അതിനൊക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരും? ഇത് നമുക്കൊരു 8,20,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്കൊരു 8 ലക്ഷം രൂപയ്ക്കകത്ത് കൊടുക്കാം. 8 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ഇപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 6 രൂപ ചെയ്ത് കൊടുക്കാം. 6 വരെ ചെയ്ത് കൊടുക്കാം. ബ്രോ, അപ്പം നമുക്ക് ബഡ്ജറ്റ് വേറെ കുറേ കിടപ്പുണ്ടല്ലേ? ബഡ്ജറ്റ് ഒരുപാട് കിടപ്പുണ്ട്. പറയാം. 1 രൂപ 1.25 രൂപ ബഡ്ജറ്റിനകത്ത് i10 കിടപ്പുണ്ട്. അതുപോലെ തന്നെ i20 കിടപ്പുണ്ട്. സാൻഡ്രോ കിടപ്പുണ്ട്. സ്പാർക്ക് കിടപ്പുണ്ട്. സെന്നസ്റ്റിൽ കിടപ്പുണ്ട്. അങ്ങനെ കുറച്ചധികം ഒരു 8-10ഓളം ചെറിയ വണ്ടികളും കിടപ്പുണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിലെങ്കിലും വണ്ടി വേണമെന്നുള്ളവർക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളായിരിക്കും ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ളത്. പുറകിലും കുറേ വണ്ടി കിടപ്പുണ്ട്. നമ്മൾ കാണിക്കാത്ത ഒരു വണ്ടിയിലെ സ്കോഡ് ഒക്ടാവി കിടപ്പുണ്ട്. വേറെ ഫിഗോ കിടപ്പുണ്ട്. അങ്ങനെ ചെറിയ ലോഗിൻ കിടപ്പുണ്ട്. പിന്നെ ടാറ്റയുടെ മറ്റേ ഹെക്സേ മോഡല്, ടാറ്റ സുമോ ഗ്രാൻഡ് കിടപ്പുണ്ട്. അങ്ങനെ കുറേ വണ്ടി കിടപ്പുണ്ട്. നമ്മളിപ്പം ചിലതൊക്കെ മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ കാണിക്കുന്നില്ല. സ്കോർപിയോ കിടപ്പുണ്ട്. സ്കോർപിയോ ആകുമ്പോൾ ഒരു 165-170 റേഞ്ചിനൊക്കെ വരുന്ന സ്കോർപിയോ കിടപ്പുണ്ട്. അതും 2003 വണ്ടി. പേപ്പറൊക്കെ എല്ലാം കറണ്ട് ആയിട്ടുള്ള വണ്ടികളാണ്. പിന്നെ അതേപോലെ ബൊലേറോകൾ കിടപ്പുണ്ട്. ഇനോവ കുറഞ്ഞ ഇനോവ ഉണ്ട് ബഡ്ജറ്റ് റേഞ്ചിൽ. ബൊലേറോ ഏതൊക്കെയാണ് മോഡൽ വരുന്നത്? ബൊലേറോ 2012, 2010 ബൊലേറോ കിടപ്പുണ്ട്. 2010ഉം 12ഉം അല്ലേ? അതെ. 12 കിടപ്പുണ്ട്. അതുപോലെ ഇനോവ കിടപ്പുണ്ട്. 2007 ഇനോവയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഇനോവ കിടപ്പുണ്ട്. പക്ഷേ കിടപ്പുണ്ട്. നമ്മളെ കാണിച്ചാലേ അതെ വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ അത്യാവശ്യം കുറേ വണ്ടികൾ നമ്മൾ കാണിച്ചു. സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പം ശരി, അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.